കണ്ടാലും കേട്ടാലും കൊടുത്താലും പഠിക്കാത്ത ഒരേ ഒരു ടീം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികളല്ലാതെ വേറെ ലോകത്തൊരാളില്ലാന്നേ ഞാൻ പറയുള്ളൂ. ഇത്രയും സംഭവങ്ങൾ പാമ്പിനെ കൊണ്ട് കൊത്തിക്കുന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരതയോടുകൂടി പെരുമാറുന്നത് നമ്മൾ കണ്ടു. പിന്നെ അവർക്കൊക്കെ വാരിക്കോരി കൊടുത്ത സ്ത്രീധനങ്ങൾ നമ്മൾ കണ്ടു. 200 300 പവനും കാറും, അതുപോലെ കാറിന് കളർ ഇതുപോരാ, കാറ് ചെറുതായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ഇവരൊന്നും ജീവിച്ചിരിപ്പില്ല. ഈ 400 500 പവൻ കൊടുത്തിട്ട് കല്യാണം കഴിപ്പിച്ച ഒരു പെൺകുട്ടികൾ പോലും ഇന്ന് ഭൂമിയിലില്ല. അവരെല്ലാം ഇന്ന് പരലോകത്താണ്. എന്നിട്ടും ഒരാൾക്ക് പോലും മനസ്സിലാകുന്നില്ല. ഇന്നിപ്പോൾ അമ്മയും മകളും 2 പേരാണ് മരിച്ചിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് സൈനൈഡ് കഴിച്ചിട്ടാണ് ഇവർ മരിച്ചതെന്ന് പറയുന്നത്. അത് തന്നെ ഒരു ഫൗളാണ്. അതായത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ ആരോ കൊലപ്പെടുത്തിയത് തന്നെയാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവർ മരിച്ചതൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ ഈ ചിന്താഗതി മാറ്റണം. എൻ്റെ മകൾക്ക് എന്തൊക്കെ കൊടുക്കാൻ കഴിയും, ഭൂമിയിൽ നിന്ന് മുഴുവൻ സംഭവങ്ങളും എൻ്റെ മകൾക്ക് കൊടുത്തിട്ടങ്ങ് കെട്ടിക്കണം എന്ന് ഓരോ തന്തമാറും ഇവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആവേശത്തിലാണ് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവന് 50 കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ 60 കൊടുക്കണം, അവന് പിന്നെ ഇന്നോവ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലുത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളെ നശിപ്പിക്കുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ ചില സമയത്തൊക്കെ ഈ പെൺവീട്ടുകാർ തന്നെയാണ്, വേറെ ആരുമല്ല. അതായത് ഈ കൊടുക്കാനുള്ളതുകൊണ്ടല്ലേ ഇവനൊക്കെ ഇങ്ങനെ വാങ്ങിക്കുന്നത്. 200 പവനാണ് ആ കുട്ടിക്ക് കൊടുത്തത്. 200 പവൻ കൊടുത്ത് 25ാമത്തെ ദിവസം ആ കുട്ടീനെ ചവിട്ടി വെളിയിലാക്കി. അതുമാത്രവുമല്ല, ബന്ധുക്കളുടെ അടുത്തുനിന്ന് പോലും അടി കൊടുത്തു. ആലോചിച്ച് നോക്കണം നിങ്ങൾ. 200 പവൻ കൊടുത്തതിൻ്റെ അവസ്ഥയാണിത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവഹാനി ഉണ്ടാകുന്നത് നല്ല രീതിയിൽ പണവും സ്വർണവും കൊടുക്കുന്നവർക്ക് തന്നെയാണ്. നിങ്ങൾ ആദ്യം തന്നെ വേണ്ടത് എന്താണെന്നറിയാം, ഇത് നിർത്തുക വേണ്ടത്. അതെങ്ങനെയാ നിർത്താൻ കഴിയില്ല. എന്താണെന്ന് വെച്ചാൽ എന്തോന്നടേ ഇത്, നിന്റെ മകൾക്ക് നീയൊന്നും കൊടുത്തിട്ടില്ലേ? ഇതാണ് അടുത്ത ചോദ്യം ഉണ്ടാവുക. അവൻ എന്തൊരു പറ്റിയാടേ, അവൻ്റെ ആർഭാടം മാത്രമേ ഉള്ളൂ, അയാളുടെ കയ്യിലൊന്നുമില്ല. അടുത്ത ചോദ്യം ഇതായിരിക്കും. ബന്ധുക്കൾ എന്താ പറയാന്നറിയാം, അതായത് അവന് കഴിവില്ലാത്തതുകൊണ്ട് അവൻ കൊടുത്തിട്ടില്ല. നമ്മളീ കാണുന്ന പോലെ ഒന്നല്ല, അവന് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ടുമാണ് ചില ആൾക്കാർ പെടാപ്പാട് വിടുന്നത്. അല്ലാതെ വേറെ ഒന്നിനുമല്ല. കാരണം അയാളെ മാത്രം, നമ്മൾ ഈ മാതാപിതാക്കളെ മാത്രം കുറ്റം പറയാൻ കഴിയില്ല. നമുക്ക് ചുറ്റുമുള്ള ബന്ധുക്കളും സമൂഹങ്ങളും ഒക്കെ ഇതിന് കുറ്റക്കാരാണ്. കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ അനുഗ്രഹിക്കുക, സദ്യ അടിച്ചിട്ട് പോവുക എന്നല്ലാതെ അവിടെ കിടന്നിട്ട് എത്ര സ്വർണമുണ്ട്, എത്ര പണമുണ്ട്, എന്തൊക്കെ കൊടുത്തിരിക്കുന്നത്, ചെറുക്കൻ്റെ വീട്ടിൽ എന്തൊക്കെയുണ്ട്, മറ്റവൻ്റെ വീട്ടിൽ എന്തൊക്കെയുണ്ട്, എന്തിനാണ് അതിന് നിൽക്കുന്നത്? അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ദുരന്തം എന്നേ ഞാൻ പറയുള്ളൂ. ഈ ദുരന്തമാണ് മലയാളികൾ ആദ്യം മാറ്റേണ്ടത്. അതായത് സദ്യ തിന്നോളാം, വിട്ടോളാം മക്കളെ, അനുഗ്രഹം വരെ കൊടുക്കാൻ നിങ്ങൾ നിൽക്കണ്ട. അതേ എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെ ഈ അനുഗ്രഹക്കാരെ പേടിച്ചിട്ടാണ് ലോകത്തില്ലാത്ത ഈ വിലക്ക് കടവും വാങ്ങിച്ച് കുറെ വീടും പണയം വെച്ച് അങ്ങനെയൊക്കെ കൊടുത്തു വിടുന്നത്. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത മാതാപിതാക്കൾ പോലും ഇന്ന് 15 20 പവൻ കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്നറിയില്ലേ? ഈ ബന്ധുക്കളെയും അതുപോലെ തന്നെ ഇവരെയും പേടിച്ചിട്ട് തന്നെയാണ്. ഇനി ചില ആൾക്കാർ പറയുന്ന ഇതാണ്, എൻ്റെ മകനെ കൊണ്ട് ഞാൻ സ്ത്രീധനം വാങ്ങിപ്പിക്കത്തില്ല. അതുപോലെ തന്നെ ചില ആൾക്കാർ പറയുന്ന ഇതാണ്, എൻ്റെ മകൻ അങ്ങനെയുള്ളൊരിത് വേണ്ട. ചില ആൾക്കാർ വരും, എൻ്റെ മകളെ ഞാൻ അങ്ങോട്ട് വീട്ടിലേക്ക് അയക്കത്തില്ല. പക്ഷേ ഇവരൊക്കെ പെണ്ണ് കെട്ടാൻ നോക്കുമ്പോലേ നല്ല വീട്, അതുപോലെ തന്നെ അത്യാവശ്യം സാമ്പത്തികം, ഇതൊക്കെ ഉള്ള സ്ഥലത്തുനിന്നേ കിട്ടുള്ളൂ. അവർക്കറിയാം ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കുറച്ച് സ്വർണ്ണം എങ്ങനെയും കൊടുക്കും. അതുമാത്രമല്ല, ഇനി കാലശേഷം കുറച്ച് സ്ഥലവും കിട്ടും. ഇതൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നവരാണ് മലയാളികൾ. അതുകൊണ്ട് ഇമാതിരി പൊങ്ങച്ചൊന്നും കൊണ്ട് ആരും വരണ്ട. ഞാൻ ഇതിനിടയ്ക്ക് വഴിയിൽ വരുമ്പോൾ ഒരു ബോർഡ് കണ്ടു, സ്ത്രീധനം വാങ്ങിക്കാതെ ഞങ്ങൾ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞിട്ട്. എത്ര കുട്ടികൾ കഴിക്കും? ഒരുത്തനും കഴിക്കത്തില്ല. എല്ലാവരും എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് വീടും ജോലിയും. എന്തിനധികം പറയുന്നത്, ഈ പെണ്ണിൻ്റെ ആയാലും ചെറുക്കൻ്റെ ആയാലും മാതാപിതാക്കളുടെ സൗന്ദര്യം വരെ നോക്കിയിട്ട് കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് വയസ്സായി പോയിട്ടുണ്ടെങ്കിൽ അവരെ വേണ്ട, അവർക്ക് വയസ്സായി. അതാണ് പറയുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു പെണ്ണ് കണ്ടാലോ ഇല്ലേ ചെറുക്കൻ കണ്ടു കഴിഞ്ഞാലോ, അയ്യോ ആ തള്ളേനെ കൊണവില്ല, ഇല്ലെങ്കിൽ ആ തന്തേനെ കൊണവില്ല, ഇങ്ങനെ പറയുന്ന ആൾക്കാർ വരെയുണ്ട്. അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിന് മുഖമടച്ച് ആട്ടുകയാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മകൾക്ക് സമാധാനം ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാകില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, ഇവരുടെ പൊങ്ങച്ചങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ അവന് ഈ സ്വർണത്തിൻ്റെ കണക്കോ അല്ലെങ്കിൽ മറ്റുള്ളതിൻ്റെ കണക്കോ ഒന്നും നോക്കത്തില്ല.
അവൻ വളരെയധികം ലളിതമായിട്ട് അവൻ്റെ കല്യാണവും കഴിച്ച് അവൻ പോവുകയും ചെയ്യും. പക്ഷെ നിങ്ങളൊക്കെ വിചാരിക്കുന്നത് എന്താണെന്നല്ലേ, അതായത് 200 പവനും 100 പവനും കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രമേ ആ വീട്ടിൽ വിലയുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ 200 പവൻ കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ ചെറുതായി പോയ പോലെ തോന്നില്ലേ, ഞങ്ങൾ അവരെക്കാട്ടിയും കുറച്ച് വലുതാണെന്ന് വിചാരിക്കണ്ടേ? ഇതാണോ വലുത്? നിങ്ങളുടെ മക്കളുടെ ജീവിതമാണോ? അതുമാത്രമല്ല, ഇപ്പൊ തിരുവനന്തപുരത്തെ ആ ഒരു 25ാമത്തെ ദിവസം ചവിട്ടി പുറത്താക്കിയ ആ ഒരു പെൺകുട്ടിയുടെ കാര്യം, അതൊക്കെ എന്തിനാണ് മരിക്കുന്നത്? ആ പൈസയും വാങ്ങിച്ച് അന്തസ്സായിട്ട് മറ്റൊരുത്തിനെ കല്യാണം കഴിച്ചൂടെ? ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, മാതാപിതാക്കളാണ് ഇവിടെ മത്സരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള കുരുപ്പുകൾക്ക് ഇഷ്ടംപോലെ പെണ്ണും കിട്ടാനുണ്ട്. നല്ല രീതിയിൽ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരുത്തനും ഇവിടെ പെണ്ണ് കിട്ടാനില്ല. ഇതുപോലെ കുത്തിത്തളപ്പുള്ള കുറേ ടീമുകൾ, ഇവർക്കൊക്കെ ഭാര്യയ്ക്ക് ഒരു സ്ത്രീധനവും കൊടുക്കും, ഇവർക്കൊക്കെ കാറും കൊടുക്കും. ഈ കാറൊന്നും പേണിക്കാൻ ഗതിയില്ലാത്തവൻ എന്തിനാണ് പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കുന്നത്? അതാ എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ഹിന്ദിക്കാരൊക്കെ പണ്ട് എന്ന് പറഞ്ഞാൽ അറ്റ്ലസിന്റെ സൈക്കിളാ കൊടുക്കാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ആലോചിച്ച് സ്ത്രീധനമായിട്ട് അറ്റ്ലസിന്റെ സൈക്കിള് ഏറ്റവും കൂടുതൽ ഈ പഞ്ചാബികളൊക്കെ വാങ്ങിക്കുന്ന അങ്ങനെയാവില്ല, സൈക്കിളാണ് അവരൊക്കെ സ്ത്രീധനം പേണിക്കുക. അതേപോലെയാണ് ചില ആൾക്കാർ കാറ് കൊടുത്തിട്ട്, എങ്ങനെയാ കാറ് കൊടുത്തിട്ട് സന്തോഷിപ്പിക്കാൻ കഴിയുക? അതുകൊണ്ട് ഞാൻ പറയുകയാണ്, കാറ് പേണിക്കാൻ ഗതിയില്ലാത്തവന് നിങ്ങൾ എന്തിനാണ് 200 പവൻ കൊടുക്കുന്നത്? അവന് സഞ്ചരിക്കണമെങ്കിൽ അവൻ വാങ്ങിച്ചുകൊള്ളുക. നിങ്ങൾക്ക് പെൺകുട്ടികൾക്ക് കൊടുക്കാനുള്ള കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 200 പവൻ വാങ്ങിച്ചതിന് ശേഷം അവൻ എന്ത് ചെയ്തു? നൈസായിട്ട് ഇവരെ ഒഴിവാക്കി. അവൻ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ പ്രതിനെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അമ്മയും മോളുമാണ് മരിച്ചത്. അച്ഛൻ മരിച്ചിട്ട് കുറച്ച് കാലേ ആയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ അവരിൽ ഉണ്ടാകും. അങ്ങനെ അവരുടെ ആ വീട്ടിൽ തന്നെ എന്ന് പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു സന്ദർഭത്തിലായിരിക്കാം ഇവർ 200 പവനും ഇതൊക്കെ കൊടുത്ത് കല്യാണവും കഴിപ്പിച്ചു. അതാണെങ്കിൽ നേരെ ചൊവ്വേ പോയതുമില്ല. ആ ടെൻഷനിൽ ഇവർ വല്ലതും ചെയ്തതാണോ, അല്ലെങ്കിൽ ഇവരെ ആരെങ്കിലും ഇത് ചെയ്യിച്ചതാണോ? ഇതിന്റെ പുറകിൽ ചിലപ്പോൾ ഇവന്റെ വലിയ കൈ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ കൊടുത്തിരിക്കുന്നത് സയനൈഡാണ്. ഇതിന്റെ പുറകിൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊടുത്തതായിരിക്കും. അല്ലാതെ ഇവർക്ക് എവിടുന്ന് ഇത് കിട്ടുക? ഇത്രയും മാരകമായ വിഷം. അതാണെങ്കിൽ ഒരു ചെറിയൊരു പോയിന്റേ വേണ്ടുന്നാ പറയുന്നത്. അതുകൊണ്ട് ഇതിന്റെ പുറകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ തന്തയും തള്ളയും അതുപോലെ വീട്ടുകാരും എല്ലാവരും ഉണ്ടാകും. ഇവരെ ഒക്കെ എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുകയുണ്ട്. അതെങ്ങനെ? ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ പിടിപാട് കാണും. അതല്ലേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇന്നലെ കണ്ടില്ലേ, ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഒരുത്തനെ കൊന്ന ഒരു സ്ത്രീന അവരെ കൊണ്ടുപോകുന്നത് നല്ല അടിപൊളി AC ഇട്ട കാറിൽ. ഞാനൊന്നും ജീവിതത്തിൽ കാണുന്ന ഇങ്ങനത്തെയായിരുന്നു. ഞാൻ ഇങ്ങനെയൊരു ദുരന്തങ്ങളെ കുറേ ഇതുവരെ കണ്ടിട്ടില്ല. പണ്ട് കഷായം കൃഷ്ണൻ ഇതേപോലെ കൊണ്ടുപോയി മറ്റേ തെളിവെടുപ്പിന് വേണ്ടിയിട്ട്. അന്നും ഇതേപോലെ തന്നെ അന്ന് ചിരിച്ച് കളിച്ചിട്ട് ഷാവേ ഞാൻ ആടെയായിരുന്നു ഇരുന്നത്, എന്തൊരു ഉത്സാഹമായിരുന്നു. ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രതികരിക്കാൻ തോന്നുന്നുണ്ട്, പേടിച്ചിട്ട് പലരും പിന്മാറുന്നതാണ്. കാരണം എന്താ വെച്ചാൽ, പ്രതികരിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഓന ഏറ്റവും വലിയ ശത്രു. പേടിച്ചിട്ടാണോ ഇവിടെ പലരും മിണ്ടാത്തത്? മനസ്സിലായി? ഇങ്ങനത്തെയുള്ള കോപ്രായങ്ങളൊക്കെ കാണുമ്പോൾ. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം ഇതാണ്, ഈ 200 പവനും 300 പവനും വരുന്നവന് നിങ്ങളെ മക്കളെ ഒരിക്കലും കൊടുക്കരുത് മക്കളെ. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ വലിയ വീടുകൾ പെൺകുട്ടികൾക്ക് തീരെ ശാപമായി മാറിയിരിക്കുകയാണ്. അതായത് വലിയ പണമുണ്ട്, ജോലിയുണ്ട്, പദവിയുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഉള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മൃഗതുല്യതായിരിക്കും. അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പണം മാത്രമാണ്. ആ ലക്ഷ്യമുള്ള സ്ഥലത്തേക്ക് നിങ്ങളുടെ മക്കളെ വിടാതിരിക്കുക. ഇനി എന്ന് വിചാരിച്ചിട്ട് എന്ന് പറഞ്ഞാൽ, അയ്യോ നാളെ മുതൽ എന്താടാ ഞങ്ങൾ പാവങ്ങളുടെ അടുത്തേക്ക് വിടണ, മനുഷ്യനായിട്ട് ജീവിക്കുന്നവൻ്റെ അടുത്തേക്ക് വിടും. അതാണ് എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ 200 പവനും 300 പവനും കാറ് കൊടുത്തവരും അവരൊക്കെ ഇപ്പം ഇങ്ങനെ ദുഃഖിക്കല. ആ പിള്ളേരൊന്നും ഇപ്പം ജീവിച്ചിരിപ്പില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്കേ മുറ്റത്ത് ഉറങ്ങുന്നുണ്ട്. അത് മനസ്സിലാക്കാദ്യം. നിങ്ങളപ്പോൾ ആരെയാണ് സന്തോഷിപ്പിക്കാൻ നോക്കുന്നത്? ഈ പണവും സ്വർണവും കൊടുത്തിട്ടാണോ നിങ്ങൾ സന്തോഷിപ്പിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. മലയാളികൾക്ക് മാത്രമുള്ളൊരു പ്രശ്നമാണ് ഇത്. ലോകം തെച്ചെന്ന് പറഞ്ഞാൽ ജ്വല്ലറി കടകൾ മാത്രമേ ഉള്ളൂ. അവിടെയാണെങ്കിൽ മത്സരമാണ്. മീൻ മാർക്കറ്റ് പോയ പോലെയാണ് ജ്വല്ലറിയിലും പോയി കഴിഞ്ഞാൽ. എൻ്റെ ഭഗവാനേ എന്തൊരു തിരക്കാന്ന്. ഒരു കല്യാണം കഴിയുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ അടപടലെന്ന് പറഞ്ഞാൽ കോട്ട തട്ടിയിരിക്കുന്ന ഗൃഹനാഥന്മാരെ കാണാൻ കഴിയും. ഇങ്ങനെ വളരെ ടെൻഷൻ അടിച്ചിട്ട്. എന്തിനാ പൊന്നുമക്കളെ ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത്? നിങ്ങൾ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് മക്കളെ എങ്ങ് കെട്ടിച്ചു വിടും, അത്ര മാത്രം. അല്ലാതെ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രസവം, അവരുടെ പിന്നെ കാറ്, അവരുടെ വീട്, അവരുടെ സകലതും അതൊന്നും പോണ്ട. അതൊക്കെ ചെയ്യാൻ കഴിവുള്ള ഒരു അന്തസ്സുള്ള ആണിന് മാത്രമായിരിക്കണം നിങ്ങളെ മകളെ കൊടുക്കുന്നത്. നന്ദി, നമസ്കാരം. ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കളാം. എത്ര പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ആരും ഇതനുസരിക്കാനൊന്നും പോകുന്നില്ല. നമ്മളെ ചീത്ത പറയാൻ കുറേ ആളുണ്ടാവും. ഹൈപ്പ് ചെയ്യണേ.